സംഘചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു കാലത്താണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ കാലത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ഈ മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാത്തവരായി ഇന്ന് ഭാരതത്തിലെന്നല്ല ലോകത്ത് തന്നെ ആരുമില്ല എന്നതാണ് വസ്തുത. കാരണം ലോകത്തിനൊരു മഹാത്ഭുതമായി ഒരു സംഘടന ലോകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഘടന അതിൻ്റെ പ്രവർത്തന ചരിത്രത്തിലെ 100 വർഷം പൂർത്തിയാക്കുകയാണ്. മഹാത്ഭുതം എന്ന് ഞാൻ പറയാനുള്ള കാരണം, സാധാരണ സ്വയം സേവകരാരും സംഘത്തെ അങ്ങനെ വിശദീകരിക്കാറില്ല, അങ്ങനെ വിസ്തരിക്കാറുമില്ല. പക്ഷെ ലോകം സംഘത്തിൻ്റെ പ്രവർത്തനത്തെ നോക്കിക്കാണുന്നത് അങ്ങേയറ്റത്തെ അത്ഭുതാദരങ്ങളോടെയാണ്. സംഘടനാ ചരിത്രം പഠിക്കുന്ന, സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്ന ആൾക്കാർക്കൊക്കെയും സംഘത്തിൻ്റെ പ്രവർത്തനം വലിയൊരു അത്ഭുതമാണ്. കാരണം ഒരു സംഭാരങ്ങളുടെയും സഹായമില്ലാതെ, ഭരിക്കുന്ന സർക്കാരിൻ്റെയോ പ്രതിപക്ഷത്തിരിക്കുന്നവരുടെയോ പിന്തുണയില്ലാതെ, എണ്ണിത്തീർക്കാനാവാത്ത മൂലധനത്തിൻ്റെ സഹായമില്ലാതെ, പ്രസിദ്ധരായ നേതാക്കന്മാരുടെ സാന്നിധ്യമില്ലാതെ ഒരു സംഘടന പിറന്നു വീഴുന്നു. അതതിൻ്റെ ചരിത്രത്തിലെ 100 വർഷം വിജയകരമായി പൂർത്തീകരിക്കുന്നു. നിശബ്ദമായി നടന്നുപോകുന്ന ആ പ്രവർത്തനം ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നു. നിശബ്ദമായി എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണവും ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. സംഘം പ്രചരണങ്ങളിലൂടെ വളർന്ന ഒരു പ്രസ്ഥാനമല്ല. അത് പ്രവർത്തനത്തെ മൂലധനമാക്കിക്കൊണ്ട്, ആത്മാർത്ഥതയെ ബലമാക്കിക്കൊണ്ട്, സമർപ്പണ ബോധത്തെ ഈടുവയ്പാക്കിക്കൊണ്ട് വളർന്നു വന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് അത്തരമൊരു സംഘടന തളരാതെ, പിളരാതെ, നിലച്ചു പോകാതെ വളരുന്നത്. വളരുക മാത്രമല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗധേയത്തെ നിർണയിച്ചുകൊണ്ടിരിക്കുന്നത് സംഘത്തിന് പുറത്തുള്ളവർക്ക് ഒരു അത്ഭുതമാകുന്നത്. വാൾട്ടർ കെ ആൻഡേഴ്സൺ എന്ന് പറയുന്ന അമേരിക്കൻ ചരിത്രകാരൻ, അദ്ദേഹം ഒരു രാഷ്ട്രമീമാംസാ വിദ്യാർത്ഥിയുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ വസ്തുതയെ ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ കോറിയിട്ടു, ഒരു ഗവേഷണ ഗ്രന്ഥം എന്ന നിലയിൽ. ആൻഡേഴ്സന്റെ ആ പുസ്തകത്തിൻ്റെ നാമധേയം ബ്രദർഹുഡ് ഇൻ സാഫ്രൺ എന്നാണ്, കാവിയിലെ സാഹോദര്യം എന്നാണ്. വളരെ നാളുകൾ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് സംഘത്തിൻ്റെ കാര്യകർത്താക്കന്മാർക്ക് പുറമേ ഭാരതത്തിലെ മറ്റ് രാഷ്ട്രീയ, സാമൂഹ്യ, വൈചാരിക മേഖലയിലെ പ്രമുഖരുമായി ചർച്ച ചെയ്തിട്ടാണ് ആൻഡേഴ്സൺ ആ പുസ്തകം രചിച്ചത്. രചിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് മറ്റെന്തോ തലക്കെട്ടിൽ എഴുതാൻ നിശ്ചയിച്ച ആ പുസ്തകം അവസാനം എത്തിയപ്പോൾ അദ്ദേഹം അതിനൊരു തലക്കെട്ട് കൊടുത്തത് കാവിയിലെ സാഹോദര്യം എന്നതാണ്. പറഞ്ഞതിൻ്റെ പൊരുള്, ഭാരതത്തെ അമ്മയായി കാണുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്ന മക്കൾ, അത് സഹോദരങ്ങളാണല്ലോ. ഒരമ്മയാകുമ്പോൾ ആ അമ്മയ്ക്ക് പിറന്നവരൊക്കെ സഹോദരങ്ങളാണ്. ആ സാഹോദര്യ ബോധത്തെ ജനങ്ങളിൽ വളർത്തുന്ന ഒരു മഹാപ്രസ്ഥാനം, അതും തികച്ചും വ്യത്യസ്തമായ കാര്യപരിപാടിയിലൂടെ. സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി, അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം, അത് നിത്യശാഖയാണ്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശാഖ. അതിലൂടെ ശാരീരികവും ബൗദ്ധികവുമായ
ഒരു പരിധിയിലൂടെ, ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്ന് ചിന്തിച്ചാൽ ശാഖയിലെ ഈ ശാരീരിക ബൗദ്ധിക കാര്യക്രമങ്ങളിലൂടെ ആധ്യാത്മികമായും വ്യക്തികളെ ഉയർത്തുന്നൊരു മഹാപ്രസ്ഥാനം. എന്നും ഒരുമിച്ച് കൂടുക, ഇത് ലോകത്ത് വേറെ ഏതെങ്കിലും സംഘടനയ്ക്ക് സാധ്യമായ ഒന്നല്ല. 100 വർഷമായി ആ പ്രക്രിയ ഓരോ ഗ്രാമത്തിലും തുടരുകയാണ്. നമ്മുടെ ഈ അവണിശ്ശേരിയിലും ചെറുവത്തേരിയിലും ഒക്കെ അത് നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു. അസംഖ്യം പ്രവർത്തകരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തകരുടെ പിൻബലത്തിൽ ഇന്ന് ഭാരതത്തിൻ്റെ ജീവമാനമായ സർവമണ്ഡലങ്ങളിലേക്കും സംഘം കടന്നു ചെന്ന്, സംഘപ്രവർത്തകർ കടന്നു ചെന്ന് അവിടങ്ങളിൽ നിരവധിയായ പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്തിരിക്കുന്നു. സംഘം ആരംഭിച്ചത് ശാഖയായിട്ടാണെങ്കിലും ശാഖയിലൂടെ ഈ രാഷ്ട്രത്തിൻ്റെ സത്വത്തെ, രാഷ്ട്രത്തിൻ്റെ തനിമയെ തിരിച്ചറിഞ്ഞ ആളുകൾ രാഷ്ട്രജീവിതത്തിന് അനിവാര്യമായ, രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായ വിവിധ മേഖലകളിൽ കടന്നു എന്ന് അവിടെയെല്ലാം പുതുതായ നവങ്ങളായ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ശാഖകൾ ഒരു ഭാഗത്ത് ഭാരതത്തിലെ 1,00,000-ലധികം ഗ്രാമങ്ങളിലേക്ക് വ്യാപിച്ചപ്പോൾ അവിടെ നിന്ന് വളർന്നു വന്ന പ്രവർത്തകന്മാർ വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും സേവന മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും ഒക്കെ കടന്നു എന്ന് അവിടങ്ങളിൽ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുത്തുക മാത്രമല്ല, ഇക്കാലം അത്രയും അവരവിടെ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമായി സമർപ്പണത്തിലൂടെ, സേവനത്തിലൂടെ, സമർപ്പണവും സേവനവുമാണ് രാഷ്ട്ര ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാനുള്ള ഒരേ ഒരു മാർഗം എന്നതാണ് സനാതന ധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ഈ രാഷ്ട്രം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരമായി നടത്തിയ പ്രസിദ്ധമായൊരു പ്രഭാഷണത്തിൽ ഭാരതം എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് അദ്ദേഹം. ഭാരതത്തെ ശക്തിപ്പെടുത്താൻ എന്തു വേണമെന്ന് വിശദീകരിക്കുകയാണ്. വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വിഖ്യാതമായ ഉദ്ധരണി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. വിവേകാനന്ദ സ്വാമികളുടെ ചിത്രത്തിനോടൊപ്പം ആ ഉദ്ധരണി വേദസൂക്തം പോലെ പവിത്രമായ ഉദ്ധരണിയും എഴുതി വയ്ക്കാറുണ്ട് നമ്മളൊക്കെ. അദ്ദേഹം അന്ന് പറഞ്ഞു, ചർച്ച നടന്നത് തമിഴ്നാട്ടിലായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഏറിയ കൂറും ഇംഗ്ലീഷിലായിരുന്നതുകൊണ്ടും ആ കൊട്ടേഷൻ ഇങ്ങനെയാണ്: റിനൗൺസിയേഷൻ ആൻഡ് സർവീസ് ആർ ദ നാഷണൽ ഐഡിയൽസ് ഓഫ് ദിസ് നേഷൻ. ഇഫ് യു വാണ്ട് ടു സ്ട്രെങ്തൻ ദിസ് നേഷൻ, strengthen her in those channels and rest will take care of itself. Renunciation and service, സമർപ്പണവും സേവനവും, അതാണ് ഈ രാഷ്ട്രത്തിൻ്റെ ദേശീയ മൂല്യങ്ങൾ, ദേശീയ ബിന്ദുക്കൾ, ദേശീയ തത്വം എന്ന് പറയുന്ന അതാണ്. സ്വാമിജി എപ്പോഴും സൂചിപ്പിക്കുന്ന മറ്റൊരു വസ്തുത, ഓരോ രാഷ്ട്രവും പിറന്നു വീഴുന്നത് ഒരു ദേശീയ തനിമയുടെ ആധാരത്തിലാണ്, ഒരു ദേശീയ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു ദേശീയ മൂല്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മറ്റൊരു ചൊല്ലും നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും: വി ഹാവ് ഗോട്ട് എ മിഷൻ ടു അക്കംപ്ലിഷ്, വി ഹാവ് ഗോട്ട് എ മെസ്സേജ് ടു സ്പ്രെഡ് ഓവർ ദ വേൾഡ്. നമ്മുടെ ആ തത്വം നമുക്ക് ലോകത്തെങ്കും എത്തിക്കാനുള്ള ദൗത്യം, ആ സന്ദേശം അതെന്താണ്? അത് സമർപ്പണത്തിൻ്റെയും സേവനത്തിൻ്റെതുമാണ്. സ്വാമിജി അന്ന് പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു സ്ട്രെങ്തൻ ദിസ് നേഷൻ, നിങ്ങൾക്ക് ഈ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ വല്ല ആഗ്രഹവും ഉണ്ടെങ്കിൽ ആ മാർഗത്തിലൂടെ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുക. ഏതു മാർഗത്തിലൂടെ? സമർപ്പണത്തിൻ്റെയും സേവനത്തിൻ്റെയും. അതായിരുന്നു ഭാരതത്തിൻ്റെ പാരമ്പര്യം. ഭാരതത്തിൽ പിറന്നു വളർന്ന ആളുകളിൽ മഹാഭൂരിപക്ഷവും എപ്പോഴും സത്കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിതരായിരുന്നു. അങ്ങനെയാണ് ഈ രാഷ്ട്രം പരമമായ ഐശ്വര്യ പദത്തെ പ്രാപിച്ചിരുന്നത് പൂർവകാലത്ത്. ഇനിയും അങ്ങനെയൊന്ന് പുനഃസ്ഥാപിക്കണമെങ്കിൽ സർവരുടെയും മനസ്സിൽ ആ ശ്രേഷ്ഠ വിചാരം കടന്നു വരണം. സ്വാർത്ഥതയെ അതിവർത്തിക്കുന്ന, സ്വാർത്ഥതയെ ഇല്ലാതാക്കിക്കൊണ്ട് സമർപ്പണത്തിൻ്റെയും സേവനത്തിൻ്റെയും ഭാവം അവരിലേക്ക് കടന്നു വരണം. രാഷ്ട്രീയ സ്വയംസേവക സംഘം സ്ഥാപിതമായത് ഈ വിശിഷ്ട തത്വത്തെ ഉള്ളിലേക്ക് ആവാഹിച്ച്
സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളെ സൃഷ്ടിക്കാനാണ്. അതിനാണ് വ്യക്തി നിർമ്മാണ പ്രക്രിയ സംഘം തുടങ്ങിയത്. അങ്ങനെ ശാഖകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1,00,000-ൽ പരം ഗ്രാമങ്ങളിലേക്ക്, അവണിശ്ശേരി പോലെ ചെറുവത്തേരി പോലെയുള്ള 1,00,000-ൽ പരം ഗ്രാമങ്ങളിലേക്ക് സംഘം വ്യാപിച്ചപ്പോൾ അവിടെ നിന്ന് വളർന്നു വന്ന സമർപ്പണത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രതിമൂർത്തികൾ, പ്രതീകങ്ങൾ, അവര് വിവിധ മണ്ഡലങ്ങളിൽ സംഘ ആശയത്തിൽ നിന്നു പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. അത് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തായും വിശ്വ ഹിന്ദു പരിഷത്തായും ഭാരതീയ മസ്ദൂർ സംഘമായും വിദ്യാഭാരതിയായും ഭാരതീയ ജനസംഘമായി ആദ്യവും പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയായും ഒക്കെ വളർന്നു എന്ന് മാത്രമല്ല, ഇന്ന് അവരോരോരുത്തരും പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനമെന്ന് പറയേണ്ട ആവശ്യമില്ല, രണ്ടാമത് ആരാണ് എന്ന് എണ്ണി തിട്ടപ്പെടുക്കാൻ ആളുകൾക്ക് വളരെ വിഷമമാണ്. അത്രയ്ക്ക് പിന്നിലാണ്. ആ നിലയിലേക്ക് പുരോഗമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാഷ്ട്രത്തിൻ്റെ ചിന്തയുടെ അജണ്ട നിശ്ചയിക്കുന്ന, രാഷ്ട്രത്തിൻ്റെ ഭാഗധേയത്തെ നിർണയിക്കുന്ന ഒരു മഹാപ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഈ സംഘ കുടുംബം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് കാലത്ത് 10:30 മണിക്ക് ഡൽഹിയിൽ സംഘത്തിൻ്റെ ഈ 100-ാം വർഷത്തിന്റെ ഭാഗമായി അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു സ്റ്റാമ്പും, പോസ്റ്റൽ സ്റ്റാമ്പും ഒരു സ്മാരക നാണയവും പുറത്തിറക്കി. ആ പുറത്തിറക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, ശാഖ എന്ന ആ വിത്ത് വളർന്നിന്നൊരു മഹാവൃക്ഷമായി, ഒരു വടവൃക്ഷമായി കരുത്തോടുകൂടി നിൽക്കുകയാണ്. വിവിധ മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രത്തെ പരമവൈഭവ പദത്തിലേക്ക് ഉയർത്തുവാൻ അതിന് കഴിയുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ രാവിലെ ലൈവായി വന്ന ആ പരിപാടി കണ്ടിട്ടുണ്ടാകും. കേരളത്തിലെ ചില ആളുകൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം അദ്ദേഹം ഇവിടെ പുറത്തിറക്കിയ സ്മാരക നാണയത്തിൽ, കമ്മമറേറ്റീവ് കോയിൻ, 100 രൂപയുടെ കോയിനാണ്. ആ കോയിനിന്റെ ഒരു പുറത്ത്, നാണയത്തിന്റെ ഒരു പുറത്ത് ഉള്ളത് 1963 റിപ്പബ്ലിക് ദിനത്തിൽ സംഘ സ്വയം സേവകന്മാർ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ക്ഷണപ്രകാരം നടത്തിയ റിപ്പബ്ലിക് ദിന പരേഡാണ് ഒരു ഭാഗത്തുള്ളത്. എല്ലാ കാലത്തേക്കുമായി ഭാരത ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു സംഘ സ്വയം സേവകന്മാർക്ക് ഈ രാഷ്ട്രത്തിൽ എന്താണ് പങ്ക് എന്നുള്ളത്. 62-ലെ ചീന യുദ്ധം കഴിഞ്ഞപ്പോ നെഹ്റുജി തീരുമാനമെടുത്തു, യുദ്ധകാലഘട്ടത്തിൽ സ്വയം സേവകർ അനുഷ്ഠിച്ച, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സമർപ്പണത്തിന്റെയും സേവനത്തിന്റെയും ആ ശീലത്തിന്റെയും ശക്തിയുടെയും ശ്രുതത്തിന്റെയും മാർഗത്തിലൂടെ മുന്നേറിയ സ്വയം സേവകർ യുദ്ധകാലഘട്ടത്തിൽ പട്ടാളത്തെ സഹായിക്കുന്നത്, പട്ടാളത്തോടൊപ്പം ഒരു 2ാം നിരയായി പ്രവർത്തിക്കുന്നത് കണ്ടു മനസ്സിലാക്കിയ പ്രധാനമന്ത്രി ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ സംഘത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചെങ്കിലും അവസാന ഘട്ടമായപ്പോ, അങ്ങനെയൊരു കാര്യമുണ്ട്, ചിലർക്കൊക്കെ ശരിയായ ബോധ്യത്തിലേക്ക് വരാൻ ആ കാലം എത്തണം. ഏതായാലും അദ്ദേഹം അന്ന് സംഘത്തെ ഔദ്യോഗികമായി ക്ഷണിക്കുകയും 63-ലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുകയും ചെയ്തു. അതാണ് ആ 100 രൂപ കൂപ്പണിൽ, 100 രൂപ നാണയത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. എനിക്കറിയില്ല, നമ്മുടെ നാട്ടിലെ ചില പ്രസ്ഥാനങ്ങളൊക്കെ ഈ നാണയം ഇനി കൈകൊണ്ട് തൊടുമോ എന്നറിയില്ല. 100 രൂപയുടെതൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ തൊട്ടേക്കാം, പക്ഷേ ആ ഭാഗം ചിലപ്പോൾ നോക്കാതിരിക്കും. അതിനോടൊപ്പമുള്ള മുദ്രണം ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രതീകം, സംഘ സ്വയം സേവകന്മാർ ഈ രാഷ്ട്രത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ സേവനത്തിന് വേണ്ടി എത്തുകയും ചെയ്യുന്ന സേവയുടെ രൂപങ്ങളാണ്, സേവനത്തിൻ്റെ രൂപമാണ്. ഇനി സ്റ്റാമ്പിലാണെങ്കിലോ, സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് സാക്ഷാൽ ഭാരതമാതാവ്, സിംഹാരൂഢയായ ഭാരതമാതാവ്, ത്രിശക്തി രൂപിണിയായ ഭാരതമാതാവ്, കയ്യിലാകട്ടെ ഭഗവ പതാകയും പിടിച്ചു നിൽക്കുന്നു. അതിൻ്റെ മുന്നിൽ നമ്രശിരസ്കരായി നിൽക്കുന്ന, പ്രണാമം ചെയ്തു നിൽക്കുന്ന സ്വയം സേവകരുടെ ചിത്രമാണ് അതിലാലേഖനം ചെയ്തിട്ടുള്ളത്.
അങ്ങനെയുള്ള ഒരു വലിയ പരിപാടി ഇന്ന് പുലർച്ചെ നടന്നു. സംഘത്തെ സ്നേഹിക്കുന്ന ഭാരതീയ സമൂഹത്തിന് അങ്ങേയറ്റം അഭിമാനമുണർന്ന ഒരു മുഹൂർത്തം തന്നെയാണ് ഇന്ന് കാലത്ത് നടന്നത്. സ്വയം സേവകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരാളുടെയും അംഗീകാരത്തിനോ ഒരാളുടെയും അഭിനന്ദനത്തിനോ ഒന്നും നമ്മൾ കാത്തു നിൽക്കാറില്ല. നമ്മൾ നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം ഒന്നും ഇങ്ങോട്ട് കിട്ടാനല്ല സ്വയം സേവകർ സംഘത്തിൽ വന്നിട്ടുള്ളത്. സംഘത്തിന്റെ ഇപ്പോഴത്തെ സർസംഘചാലകായ മോഹൻജി ഭാഗവത് ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞതുപോലെ, ഒരാൾ ചോദിച്ചു സംഘത്തിൽ വന്നാൽ എന്താ കിട്ടുക എന്ന്. മോഹൻജി അപ്പോൾ ഉത്തരം പറഞ്ഞു, ഞാൻ പറയും സംഘത്തിൽ വന്നാൽ ഒന്നും കിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ കയ്യിലുള്ളത് ചിലത് പോവുകയും ചെയ്യും. നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പൊ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ പഞ്ചായത്തിന്റെ, അവണിശ്ശേരി പഞ്ചായത്തിന്റെ പകുതി ഭാഗം ചേരുന്നതാണ് ഇവിടെ നടക്കുന്ന ഈ പരിപാടി. ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നവർ കയ്യിലുണ്ടായിരുന്ന ചിലതൊക്കെ നഷ്ടപ്പെടുത്തി ഗണവേഷം മേടിച്ചു വന്നവരാണ്. ഇന്ന് ചിലരൊക്കെ ലീവ് എടുത്തിട്ട് വന്നവരാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്, സംഘത്തിൽ വന്നാൽ ഒന്നും കിട്ടില്ല എന്ന് മാത്രമല്ല, ഉള്ളതൊക്കെ പോവുകയും ചെയ്യും. പോകുന്നു പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. ആരെങ്കിലും തരുന്നത് മേടിച്ചിട്ടല്ല, എന്തെങ്കിലുമൊക്കെ ആയിത്തീരാമെന്ന മോഹമില്ലാതെയാണ് നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്നത്, ദേശ് ഹമേ ദേ താഹേ സബ് കുച്ച് ഹം ഭി കുച്ച് ദേനാ സീഖേ. ദേശം നമുക്കെല്ലാം, സമൂഹം നമുക്കെല്ലാം തന്നു, ഇനി നമുക്കും പഠിക്കാം ചിലതെല്ലാം അങ്ങോട്ട് കൊടുക്കാൻ. ഇതാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ആ സമർപ്പണത്തിന്റെയും സേവനത്തിന്റെയും മഹത്വം. അതുകൊണ്ടാണ് ഇന്ന് സംഘം ഇത്രയേറെ വളർന്നുയർന്നു നിൽക്കുന്നത്. സംഘത്തിന്റെ ഈ ചരിത്രം, സമർപ്പണത്തിന്റെയും സേവനത്തിൻ്റെതുമായ ഈ മഹോന്നതമായ ചരിത്രത്തെ വേണ്ടും വണ്ണം മനസ്സിലാക്കാത്ത പലരും, പ്രത്യേകിച്ച് കേരളത്തിൽ അത്തരം ആൾക്കാർ കൂടുതലായുണ്ട്. അവരൊക്കെ ചോദിക്കാറുണ്ട്, സംഘം സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ് ചെയ്തത്, സ്വാതന്ത്ര്യ സമരവും സംഘവുമായി എന്താണ് ബന്ധം എന്നൊക്കെ ചോദിക്കാറുണ്ട്. വാട്സപ്പ് സർവകലാശാലയിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സ്യൂൾ ഉപയോഗിച്ച് സ്വന്തം ആശയപ്രചരണം നടത്താൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് മറുപടി പറയലല്ല ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ദേശം. പക്ഷേ സംഘം ഇന്നോളമുള്ള അതിൻ്റെ പ്രവർത്തനത്തെ കൃത്യമായി വിലയിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. സംഘം ആരംഭിച്ച ഘട്ടം മുതൽ 1947 ആഗസ്റ്റ് 15 വരെ സ്വയം സേവകർ ചൊല്ലിയിരുന്നൊരു പ്രതിജ്ഞയുണ്ട്. അത് ഈ ചരിത്രത്തിലുള്ളതാണല്ലോ. സ്വയം സേവകർ എപ്പോഴും ശാഖയിൽ ചേർന്ന് സംഘശിക്ഷാവർക്ക് സംഘത്തിന്റെ പരിശീലനത്തിനൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു പ്രതിജ്ഞ കൊല്ലും. സർവശക്തനായ ശ്രീ പരമേശ്വരനെയും എൻ്റെ പൂർവികരെയും സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ ഈ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ. അത് 25 മുതലുണ്ട്. ഒരു ചെറിയ വ്യത്യാസം വന്നു. 1947 ഓഗസ്റ്റ് 15 വരെ സ്വയം സേവകർ ചൊല്ലിയിരുന്ന പ്രതിജ്ഞയിൽ പറയുന്നത്, ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നത്, ഈ ഹിന്ദുരാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി, ഈ ഹിന്ദുസ്ഥാനത്തെ, ഭാരതത്തെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഘടകമായി തീർന്നിരിക്കുന്നു എന്നാണ്. അപ്പൊ സംഘത്തിന് സ്വാതന്ത്ര്യവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? നിരവധി ഉദാഹരണങ്ങൾ. സംഘസ്ഥാപകനായ പൂജനീയ ഡോക്ടർ ജി സംഘസ്ഥാപനത്തിന് മുമ്പും സംഘസ്ഥാപനത്തിന് ശേഷവും കഠിന തടവ്, 2 വർഷക്കാലത്തിലേറെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട്. വേറെ ചിലരുമൊക്കെ നമ്മുടെ നാട്ടിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. ജയിലിൽ സുഖവാസം പോലെ കഴിഞ്ഞുകൂടിയവരുമുണ്ട്. ജയിലിലെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് പുസ്തകങ്ങൾ എഴുതി തീർത്തവരുമുണ്ട്. മകൾക്ക് പ്രിയദർശിനി, പ്രിയങ്കരി, നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കത്തുകൾ എഴുതിയവരുണ്ട്. ജയിലിനകത്തിരുന്നു കൊണ്ട് പുറത്തു പൂത്തു നിൽക്കുന്ന എരിക്കിൻ പൂവിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് കവിത എഴുതിയവരൊക്കെ ഉണ്ട്. അതൊക്കെ എഴുതാൻ സൗകര്യമുണ്ടായിരുന്ന നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമര സേനാനികളായി വാഴ്ത്തപ്പെടുന്ന നമ്മുടെ നാട്ടിൽ കഠിന തടവിന് ഏറെക്കാലം ശിക്ഷിക്കപ്പെട്ട ഡോക്ടർ ഹെഡ്ഗവാർ എന്ന് പറയുന്ന മഹാനായ വിപ്ലവകാരി തുടങ്ങിയ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് പലരും. ഒരു സൗകര്യത്തിനു വേണ്ടി കാത്തു നിൽക്കാതെ പൊരുതിയ ആളുകളാണ് സ്വയം സേവകർ. പൊരുതിയ ആളുകളാണ്. ഡോക്ടർ ജി മാത്രമൊന്നുമല്ല, 100 കണക്കിന് സ്വയം സേവകർ. വിദർഭയിലെ പ്രസിദ്ധമായൊരു വിപ്ലവം നടന്നൊരു ഗ്രാമമുണ്ട്, അഷ്ടി ചിമൂർ. ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വെറുതെ ഗൂഗിളിനോടോ ഏതെങ്കിലും AI-യോടോ ഒക്കെ ചോദിക്കാൻ, ചാറ്റ് GPT-യോടോ ജെമിനിയോടോ ഡീപ് സീക്കിനോടോ പെർപ്ലക്സിറ്റിയോടോ ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ, വെറുതെ ഒന്ന് എഴുതി നോക്കൂ, അഷ്ടി ചിമൂർ എപ്പിസോഡ്
അഷ്ടി ചിമൂർ വിപ്ലവം എന്നൊന്ന് എഴുതി നോക്കൂ. അഷ്ടി ചിമൂർ അധ്യായം എന്താ അത്? ആ ഗ്രാമത്തെ മൊത്തത്തിൽ സ്വതന്ത്രമാക്കി അവിടുത്തെ സ്വാതന്ത്ര്യ സേനാനികൾ. ആരാണ് ആ സമരം നടത്തിയത്? ആരാണതിന് നേതൃത്വം കൊടുത്തത്? നാഗപ്പൂരിന്റെ കാര്യവാഹായിരുന്ന ഒരു രമാകാന്ത് ദേശ്പാണ്ഡെ, ബാബാ സാഹേബ് ദേശ്പാണ്ഡെ എന്നറിയപ്പെടുന്ന ആള്. സ്വയം സേവകരാണ് ആ പോരാട്ടം നടത്തിയത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും അഷ്ടി ചിമൂറിനെ അവർ മോചിപ്പിച്ചു. പക്ഷെ വർദ്ധിച്ച സേനാ സഹായത്തോടുകൂടി സംരംഭങ്ങളുമായി കടന്നുവന്ന് സ്വയം സേവകരെ ആക്രമിച്ചു. തോക്കും ബോംബും ഒന്നും കയ്യിലില്ലാത്ത ആ പാവപ്പെട്ട സ്വയം സേവകർക്ക് നേരെ വെടിയുതിർത്ത് അനേകം സ്വയം സേവകരുടെ പടഞ്ഞു വീണ് മരിച്ചു. രമാകാന്ത് ദേശ്പാണ്ഡെ എന്ന നമ്മുടെ ബാബാ സാഹേബ് ദേശ്പാണ്ഡെജിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും തൂക്കിക്കൊല്ലാൻ ശിക്ഷിക്കുകയും ചെയ്തു. ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഭാരതത്തിന്റെ നാഷണൽ ആർക്കൈവ്സിൽ ഉള്ളതാണ്. അദ്ദേഹം പിന്നീട് ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ, ഇത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സംഭവിച്ചതാണ്. ആ സമരമൊക്കെ ഏകദേശം അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ദേശ്പാണ്ഡെയെ പുറത്തുവിട്ടു. ആ ബാബാ സാഹേബ് ദേശ്പാണ്ഡെയാണ് പിന്നീട് ഭാരതത്തിലെ ഏറ്റവും വലിയ സേവന പ്രസ്ഥാനമായ വനവാസികളുടെ ഇടയിൽ സംഘം സേവന പ്രവർത്തനത്തിനായി സംഘടന തുടങ്ങിയപ്പോൾ അതിൻ്റെ സ്ഥാപകനായി തീർന്നത് ഈ ബാബാ സാഹേബ് ദേശ്പാണ്ഡെയാണ്. ഇങ്ങനെ നിരവധി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി നടത്തപ്പെട്ട നിരവധി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും വിപ്ലവകാരികൾക്ക് വേണ്ടതായ സഹായം ചെയ്തു കൊടുക്കുകയും ഗോവ വിമോചനത്തിന് വേണ്ടിയിട്ട് 1947 ശേഷവും സ്വാതന്ത്ര്യ സമരം നടന്നുവല്ലോ. ഗോവ പറങ്കികളുടെ കയ്യിലായിരുന്നു, പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു. അവരിൽ നിന്ന് ഗോവയെ മോചിപ്പിക്കാൻ നടത്തിയ പോരാട്ടം അഭിമാനത്തോടുകൂടി സ്വയം സേവകർക്ക് പറയാം, സ്വയം സേവകർ മാത്രം നേതൃത്വം കൊടുത്ത പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കേവലം ഗോവയിലോ കൊങ്കണദേശത്തോ മഹാരാഷ്ട്രത്തിലോ ഉള്ളവരല്ല, ഉജ്ജയിനിയിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് വരെ സ്വയം സേവകർ നിയോഗിക്കപ്പെട്ടു ഗോവയെ മോചിപ്പിക്കാൻ. അവിടുത്തെ ആദ്യത്തെ രക്തസാക്ഷി ഉജ്ജയിനിയിലെ സംഘപ്രചാരകനായിരുന്ന മഹങ്കാൽ എന്ന് പറയുന്ന ഒരു 28 വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തെ പോർച്ചുഗീസ് പോലീസ് വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്തത്. ഇങ്ങനെ നിരവധിയായ സംഘ സ്വയം സേവകരുടെ പങ്കാളിത്തം നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുമുണ്ട്. അതിവിടെ ഈ സമയത്ത് പറയുന്നതിൻ്റെ കാരണം, ഇന്ന് കാലത്ത് ഈ നാണയവും സ്റ്റാമ്പും പ്രകാശനം ചെയ്യുമ്പോൾ ഇത്തരം ഭാരതത്തിൻ്റെ ഈ സ്വാതന്ത്ര്യ സമര ചരിത്രം കൂടി പരാമർശിക്കപ്പെട്ടിരുന്നു. പക്ഷേ അതിനെ തുടർന്ന് നടന്നതായ ചർച്ചകളിൽ വളരെ കൂടുതൽ ചില ആളുകളൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ തയ്യാറായത്. നാളെ വിജയദശമിയാണ്. ഇതേപോലൊരു വിജയദശമി നാളിലാണ് 1925 സംഘം സ്ഥാപിതമായത്. അന്ന് ഡോക്ടർ ഹെഡ്ഗവാറും 10-16 ചെറുപ്പക്കാരും ചേർന്ന് ആരംഭിച്ച ഈ പ്രസ്ഥാനം തുടങ്ങിയത് എങ്ങനെയാണ് എന്നെല്ലാം അറിയുന്നവരാണ് എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അന്ന് അദ്ദേഹം നമ്മൾ ഇന്ന് സംഘം തുടങ്ങുകയാണ് എന്നൊരു പ്രഖ്യാപനം നടത്തി. ഞാൻ തുടങ്ങുന്നു എന്ന് അദ്ദേഹം പറഞ്ഞില്ല. നമ്മളാണ് ഇതിന്റെ സ്ഥാപകന്മാരെന്ന് പറഞ്ഞില്ല. സംഘം തുടങ്ങുകയാണ്. പേരുപോലും ഇല്ലാതെ ആരംഭിച്ച ആ പ്രസ്ഥാനം പടിപടിയായി വളർന്ന് ഭൂമിശാസ്ത്രപരമായി ഭാരതത്തിന്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ വ്യാപിച്ചു. അതിനുശേഷമാണ് ഞാൻ മുൻപേ പറഞ്ഞതായ വിവിധ മേഖലകളിലേക്കുള്ള വ്യാപനം. ആ വിവിധ മേഖലകളിലേക്കുള്ള വ്യാപനത്തിന്റെ മുഖ്യമായ ലക്ഷ്യം ആദ്യത്തേത് സംഘടനാ ശക്തിക്കായിരുന്നുവെങ്കിൽ രണ്ടാമത്തത് സാമൂഹ്യ പരിവർത്തനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിവിധ സംഘടനാ പ്രവർത്തനമായിരുന്നു. മൂന്നാമത്തെ പടിയിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ നമ്മുടെ രാഷ്ട്രത്തിൽ വ്യവസ്ഥയുടെ സിസ്റ്റംസിന്റെ ഇവിടുത്തെ എല്ലാ വിധത്തിലുള്ള വ്യവസ്ഥകളിലും പരിവർത്തനം വരണം. നമ്മൾ ഇന്ന് കൊണ്ടു നടക്കുന്നതായ ഒട്ടനവധി വ്യവസ്ഥകളുണ്ട്, ഒട്ടനവധി സിസ്റ്റംസ് ഉണ്ട്. സമൂഹം സൃഷ്ടിച്ചതായ വ്യവസ്ഥകൾ അത് നേരായ മാർഗത്തിലൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ രംഗപ്രവേശം ചെയ്യുകയാണ്. മൂന്നാമത്തെ പടിയിലേക്ക് നമ്മൾ കാലൂന്നുകയാണ്. 100 വർഷം പൂർത്തിയായി 101 വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
നമുക്ക് മുന്നിൽ നമ്മൾ ചെയ്യേണ്ടതായ പ്രവർത്തനമെന്ന നിലയിൽ നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് 5 മേഖലയിലെ സമൂലമായ പരിവർത്തനമാണ്, മാറ്റാണ്. കേൾക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നാം, പക്ഷേ അങ്ങേയറ്റം പ്രാധാന്യമുള്ള 5 തലങ്ങളിലുള്ള പ്രവർത്തനമാണ്. ഒന്നാമത്തത്, നമ്മുടെ ഉള്ളിലെ സ്വബോധത്തെ നമ്മൾ മന്ത്രം ജപിച്ച് 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 തോറ്റി ഉണർത്തണം. നമ്മളെന്ന് പറയുമ്പോൾ സ്വയംസേവകർ സംഘശാഖയിലൂടെ ആ സ്വബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് സമൂഹത്തിൽ എല്ലായിടത്തും വ്യാപിക്കണം. യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയണം. നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യ അതിഥി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതൊരു വലിയ പദമാണ്. നമ്മൾ സ്വതന്ത്രരായി എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ 47 ആഗസ്റ്റ് 15 നാം സ്വാതന്ത്ര്യം നേടിയെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ അർത്ഥത്തെ ആഴത്തിൽ വിശകലനം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇനിയും നമ്മൾ ആ സ്വാതന്ത്ര്യം നേടേണ്ടിയിരിക്കുന്നു. എന്താ സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ അർത്ഥം? സ്വത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തന്ത്രത്തെ ആവിഷ്കരിക്കാൻ കഴിയലാണ് സ്വാതന്ത്ര്യം. സിമ്പിൾ, വളരെ ലളിതമാണ്. 2 വാക്കുകളാണ്. സ്വാതന്ത്ര്യം, നമ്മുടേതായ തന്ത്രത്തെ, നമ്മുടേതായ പദ്ധതിയെ, നമ്മുടേതായ വസ്ത്രധാരണ രീതിയെ, നമ്മുടേതായ ഭാഷയെ, നമ്മുടെ വ്യവസായ നയത്തെ, നമ്മുടെ വിദ്യാഭ്യാസ നയത്തെ, നമ്മുടെ ആസൂത്രണ തന്ത്രത്തെ ഒക്കെ നമുക്ക് ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും കഴിയണം ഒരു രാഷ്ട്രത്തിന്. അപ്പോഴാണ് നമ്മൾ സ്വതന്ത്രരായി എന്ന് പറയുക. ഇപ്പോഴും നമ്മൾ ആ മാർഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേഗത വർദ്ധിപ്പിക്കണമെങ്കിൽ സ്വബോധത്തെ ഉണർത്തേണ്ടിയിരിക്കുന്നു, സ്വത്വബോധത്തെ ഉണർത്തേണ്ടിയിരിക്കുന്നു. അതില്ലാതെ നമുക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയില്ല, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. പലപ്പോഴും പറയാറുള്ള ഒരു കവിതയുടെ ശകലം ഓർമ്മ വരികയാണ്. വൈലോപ്പള്ളി മാഷ് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനും അന്നത്തെ ദിവസം വിഭാത ഗീതം എന്നൊരു ഗാനം എഴുതി കൊടുത്ത് ജനങ്ങളോട് രാവിലെ പ്രഭാത സങ്കീർത്തനം നടത്താൻ ഉപയോഗിക്കാനുള്ള ഗാനം എന്ന നിലയ്ക്ക് സ്വാതന്ത്ര്യദിനത്തിന്റെ അന്നത്തേക്ക് എഴുതിയ ഒരു ഗാനമുണ്ട്. ആ ഗാനത്തിൽ അദ്ദേഹം പറയുന്ന വരികൾ വളരെ അർത്ഥവത്താണ്. ഇക്കണക്കിനെത്ര മുക്തി ഗോപുരം കടക്കണം, മക്കൾ നമ്മൾ എത്തുവാൻ സമത്വ സുന്ദരാങ്കണം, തൃക്കൊടിക്കു ജീവവായു പണയമാക്കി വെക്കുക, ദിക്കിലേക്ക് ധീര താതഗർജനം മുഴക്കി നാം. വളരെ സുന്ദരമായ വരികളാണ്. ഇക്കണക്കിന് എത്ര മുക്തി ഗോപുരം, ഇത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ എന്ന് പറയുകയാണ്. ഈ കണക്കിന് ഇതുപോലെ എത്രയോ മുക്തി ഗോപുരങ്ങൾ നമ്മൾ കടക്കാനുണ്ട് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ മുക്തിയുടെ ആ പദത്തിലേക്ക് എത്താൻ. അതിനെന്തു വേണം? തൃക്കൊടിക്ക് ജീവവായു പണയമാക്കി വെക്കുക. പരിപൂർണമായും ഈ രാഷ്ട്രത്തിന്റെ ആദർശത്തിന്റെ മുമ്പിൽ നമ്മുടെ സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ജീവവായു തന്നെ, പ്രാണൻ തന്നെ പണയം വയ്ക്കുക. സമർപ്പണം എന്ന് പറയുന്ന കാര്യത്തിന് ഇതിനേക്കാൾ കൂടുതൽ വലിയ ഒരു വിശദീകരണമുണ്ടോ? സമർപ്പണ ബോധമുള്ളവരായി നമ്മൾ മാറുക. അപ്പോഴാണ് തൃക്കൊടിക്ക് ജീവവായു പണയമാക്കി വെക്കുക, ദിക്ക് നോക്കി ധീരതാത ഗർജനം മുഴക്കി നാം. ആ ധീരന്മാരായ പൂർവികരുടെ ഗർജനം മുഴക്കി ഭാരതത്തിന്റെ സ്വത്വത്തെ, തനിമയെ സംരക്ഷിക്കാൻ വേണ്ടി ജീവസമർപ്പണം നടത്തിയ അസംഖ്യം ധീരവിപ്ലവകാരികൾ, അസംഖ്യം പോരാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ കാർത്തു കയർത്തു വന്ന അലക്സാണ്ടർ, ദ സോ കോൾഡ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടറെ മഹാനായിട്ടാണ് ചരിത്ര പുസ്തകത്തിൽ ഇപ്പോഴും എഴുതുന്നത്. അങ്ങോരുടെ മഹത്വം എന്താണ് എന്ന് എത്ര ആലോചിച്ചാലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പോയ നാട്ടിലൊക്കെ അവിടുത്തെ രാജാക്കന്മാരെയും അവിടുത്തെ ജനങ്ങളെയും തലയെറിഞ്ഞു കൊന്നതാണോ, അവരുടെ കബന്ധങ്ങൾ തട്ടിക്കളിച്ചതാണോ, അവരുടെ സിംഹാസനങ്ങളിൽ രക്താഭിഷേകം നടത്തിയതാണോ, എല്ലാ സംസ്കാരങ്ങളെയും നശിപ്പിച്ചു മുന്നോട്ട് വന്നതാണോ അറിയില്ല. നമ്മുടെ ഇവിടുത്തെ ചരിത്ര പുസ്തകത്തിൽ ഇപ്പോഴും അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ എന്നാ പറയും. പക്ഷേ ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയപ്പെടുന്ന വിദ്വാൻ ഭാരതത്തിലെ ഒരു ചെറുനാട്ടുരാജ്യത്തിലെ ഒരു ചെറുനാട്ടുരാജാവിന്റെ മുന്നിൽ തോറ്റു മടങ്ങി. പുരുഷോത്തമൻ എന്ന് പറയുന്ന പോറസിന്റെ മുന്നിൽ, പുരുഷോത്തമന്റെ ധീരവീര പരാക്രമത്തിന്റെ മുന്നിൽ അലക്സാണ്ടറുടെ ആർത്തു കയർത്തു വന്ന സമുദ്ര സമാനമായ പ്രചണ്ഡമായ സേന പരാജയപ്പെട്ടു. കടന്നു വന്നവരെ നമ്മൾ പരാജയപ്പെടുത്തുക മാത്രമല്ല, ഹൂണന്മാരെ, ശകന്മാരെ പരാജയപ്പെടുത്തുക മാത്രമല്ല, ഈ രാഷ്ട്ര ശരീരത്തിൽ ലയിപ്പിച്ചു ചേർത്തു. അങ്ങനെയുള്ളവരുടെ ആ ഗർജനം, രാഷ്ട്രത്തിനു വേണ്ടി പൊരുതുന്നവരുടെ ഗർജനം. പിന്നെയും കടന്നു വന്നു ആക്രമണകാരികൾ, മുഗലന്മാരുടെ വേഷം ധരിച്ച്.
ഭാരതത്തിന്റെ അതിർത്തിക്കപ്പുറത്തു നിന്ന് നാടിനെ കീഴ്പ്പെടുത്താൻ വന്ന അവരോടും നമ്മൾ നിരന്തരം പോരടിക്കുകയും സ്വജീവൻ നഷ്ടപ്പെടുമെന്നോ തനിക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്നോ തൻ്റെ മക്കൾ കൊല ചെയ്യപ്പെടുമെന്നോ ഒന്നും ചിന്തിക്കാതെ പോരാട്ടം തുടർന്ന റാണാ പ്രതാപനിൽ നിന്ന്, ഗുരുഗോവിന്ദ സിംഹനിൽ നിന്ന്, ലാചിത് ബഡുഫുക്കനിൽ നിന്ന്, ചോള രാജാക്കന്മാരിൽ നിന്ന്, മറാഠ വീര്യത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. അത് തന്നെയാണ് വൈലോപ്പള്ളി മാഷ് പറഞ്ഞത്. ധീരതാത ഗർജനം മുഴക്കി നാം ആ ദിക്കിലേക്ക് മാർച്ച് ചെയ്യുക, പോവുക, മുന്നോട്ട് പോകണം. ഇവരുടെയൊക്കെ ചരിത്രത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളണമെങ്കിൽ നമുക്ക് പഠിക്കാൻ കിട്ടണം അവരുടെ ചരിത്രം. അങ്ങനെ കിട്ടുന്നുണ്ടോ? ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. വലിയ റെസിസ്റ്റൻസ് ആണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നു. ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ ഇത്തരം ചരിത്രത്തെ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ലജ്ജാകരമെന്ന് പറയട്ടെ, ഈ സത്യത്തെ പഠിപ്പിക്കാൻ തയ്യാറില്ല എന്നാദ്യം പ്രഖ്യാപിച്ച ഒരു സർക്കാരാണ് എന്നെയും നിങ്ങളെയും ഭരിക്കുന്ന ഈ കേരള സർക്കാർ. ഭാരതത്തിന്റെ ചരിത്രം പഠിക്കണ്ട എന്നാണ് അവർ പറയുന്നത്. പകരം പഠിക്കേണ്ടത് ആരാ? പഠിക്കേണ്ടത് ബാബറെ കുറിച്ചാണ്, അക്ബറെ കുറിച്ചാണ്, ഔറംഗസേബിനെ കുറിച്ചാണ്, ഗസ്നിയെ കുറിച്ചാണ്, ഗോറിയെ കുറിച്ചാണ്, അലക്സാണ്ടറെ കുറിച്ചാണ്, യവനന്മാരെ കുറിച്ചാണ്, ഹൂണന്മാരെ കുറിച്ചാണ്, നമ്മുടെ നാടിന്റെ ആ വീരതാതന്മാരെ കുറിച്ച്. വൈലോപ്പള്ളിയൊക്കെ അഭിമാനപൂർവ്വം പാടിയ ആ ധീരതാതന്മാർ നമ്മുടെ പൂർവികന്മാരെ പഠിക്കേണ്ട. പഠിച്ചാൽ അത് കാവ്യവൽക്കരണമായി പോകും എന്നാണ് അവർ പറയുന്നത്. ഏതു പാഠശാലയിൽ നിന്നാണോ അവർ ഈ പദങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയത് എന്നറിയില്ല. ശരിയായ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ ഭാരതീയരാകാൻ കഴിയും. ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ, ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ ശരിയായ ഭാരതീയരെ സൃഷ്ടിക്കാൻ കഴിയാത്രത്തോളം കാലം നിലവിലുള്ള വിദ്യാഭ്യാസം അത് ഒരു തരത്തിലും സ്വീകാര്യമല്ല, നിരുപയോഗമാണ്, ഒരു ഉപയോഗവുമില്ല. അതുകൊണ്ട് ഭാരതീയരെ സൃഷ്ടിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസം വേണം. സ്വത്വബോധം ഉണർത്തേണ്ടിയിരിക്കുന്നു. ഇതിനോടൊപ്പം സ്വത്വബോധം ഉണരുമ്പോൾ മറ്റൊരു വസ്തുത കൂടി വരും. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷത്തെ റിപ്പബ്ലിക് ദിന പ്രഭാഷണം നടത്തുമ്പോൾ അതിനോടനുബന്ധിച്ച് നടത്തിയ ഒരു പ്രഖ്യാപനത്തിൽ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി 5 കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു വസ്തു നമ്മുടെ മുമ്പിൽ വെച്ചു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, eradicate the last remnants of colonial power in colonial influence in your mind. മനസ്സിലുള്ള ഈ പാശ്ചാത്യ സ്വാധീനത്തിന്റെ അവസാനത്തെ കണികയെ കൂടി തൂത്തെറിയണം. അപ്പോഴാണ് സ്വത്വബോധമുള്ളവരായിത്തീരുക. അതാണ് ആദ്യത്തെ പരിവർത്തനം. സ്വത്വബോധത്തെ ഉണർത്തിക്കൊണ്ട്, സ്വബോധത്തെ ഉണർത്തിക്കൊണ്ട്, സ്വദേശി ബോധമുള്ളവരായി തീർന്നുകൊണ്ട്, സ്വദേശി നിഷ്ഠയിലൂടെ നമ്മുടെ സാമ്പത്തിക രംഗത്തെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ട്, വിദ്യാഭ്യാസ മേഖലയെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് സ്വത്വബോധത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അതാണ് ആദ്യത്തെ പടി. വ്യക്തികൾ അങ്ങനെ സ്വത്വബോധമുള്ളവരായി തീർന്നാൽ രണ്ടാമത്തെ പടി നമ്മുടെ കുടുംബങ്ങളെ സനാതന ധർമ്മ മൂല്യങ്ങൾ നിറഞ്ഞതാക്കി തീർക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നത്, തകർച്ചയെ നേരിടുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളാണ്. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയാണ്, കരുത്താണ് ഭാരതത്തിന്റെ അടിസ്ഥാനപരമായ ശക്തി. അതിനെ വീണ്ടെടുക്കാതെ നമുക്ക് ഭാരതത്തെ ശക്തിപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് സംഘം സമൂഹത്തിന്റെ മുമ്പാകെ വയ്ക്കുന്ന, മുഴുവൻ ലോകത്തിന്റെയും മുമ്പാകെ വയ്ക്കുന്ന രണ്ടാമത്തെ പരിവർത്തനത്തിന്റെ ബിന്ദു കുടുംബങ്ങളെ ശരിയായ വിധത്തിലുള്ള സനാതന ഹൈന്ദവ ധർമ്മ മൂല്യങ്ങളിൽ അധിഷ്ഠിതമാക്കി തീർക്കുക. ഇവിടെ പറഞ്ഞതുപോലെ പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദവും ഉപനിഷത്തുമൊക്കെ പഠിക്കുന്ന, മനസ്സിലാക്കാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമ്മുടെ കുടുംബത്തിലേക്ക് പുനരാവഹിച്ചേ മതിയാവുകയുള്ളൂ, തിരിച്ചു കൊണ്ടുവന്നേ മതിയാവുകയുള്ളൂ. ഇന്ന് അതിൽ നിന്നെല്ലാം വിട്ട് മറ്റെന്തിൻ്റെയൊക്കെയോ പിന്നാലെ പോകുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. എല്ലാ ദിവസവും കഴിഞ്ഞില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭജിക്കുക, ഒരുമിച്ചിരുന്ന് ഭുജിക്കുക, ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുക തമ്മിൽ. അങ്ങനെ കഴിയുന്നുണ്ടോ? അതോ 2 മുറിയിൽ, അച്ഛൻ ഒരു മുറിയിൽ, അമ്മ വേറൊരു മുറിയിൽ, മക്കൾ 4ാമത്തെ മുറിയിൽ അന്യോന്യം മൊബൈലിലൂടെ സംസാരിക്കുകയാണോ ചെയ്യുന്നത്? മാറ്റം വരേണ്ടിയിരിക്കുന്നു. സൗഹൃദത്തിന്റെ
സഹോദര്യത്തിൻ്റെ അന്തരീക്ഷത്തെ നമുക്ക് തിരിച്ചു വിളിക്കണം നമ്മുടെ കുടുംബങ്ങളിലേക്ക്. അതാണ് കുടുംബ പ്രബോധൻ എന്ന് പറയുന്നതിലൂടെയുള്ള രണ്ടാമത്തെ പടി. ഞാൻ ദീർഘിപ്പിക്കല്ല, ഈ വസ്തുത നമുക്ക് എല്ലാവർക്കും മനസ്സിലാകേണ്ടതുണ്ട്. ഞാൻ അതൊന്ന് ഉറപ്പിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ വസ്തുത, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതിയെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ കുടിവെള്ളം വില കൊടുത്ത് മേടിക്കാറില്ലായിരുന്നു. ഇവിടെ ഇരിക്കുന്നതിലെ പഴയ തലമുറയിൽപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അവരുടെ ചെറുപ്പകാലത്ത് വെള്ളം ബോട്ടിലാക്കി വില കൊടുത്ത് മേടിച്ചത്? ഇന്ന് കുടിവെള്ളം മേടിക്കേണ്ട അവസ്ഥയിലാണ്. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് അതൊരു വാർത്തയല്ല കുടിവെള്ളം മേടിക്കുക എന്ന് പറയുന്നത്. കുടിവെള്ളം പോലും വിൽപ്പനച്ചരക്കായ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുള്ളത് എന്തുകൊണ്ടാണ്? കുടിവെള്ളം മലീമസമാകുന്നത് കൊണ്ട് അതിനെ ശുദ്ധീകരിച്ചെത്തിക്കേണ്ടി വരുന്നു. ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നതേയില്ല. എന്നാൽ ഇനി വരാൻ പോകുന്ന കാലം ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കാൻ തയ്യാറില്ലെങ്കിൽ ശുദ്ധവായു, ജീവവായു വില കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥ, പുറകിൽ കെട്ടിവെക്കുന്ന ഓക്സിജൻ സിലിണ്ടറുമായി വരുന്ന തലമുറയെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. പ്രധാന പട്ടണങ്ങളിലൊക്കെ, ലോകത്തെ ഇത്തരത്തിൽ പ്രകൃതി സംരക്ഷണം ഇല്ലാത്ത പട്ടണങ്ങളിലൊക്കെ വായുവിന് വേണ്ടിയിട്ട്, ശുദ്ധവായുവിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ചേംബറുകൾ ചിലയിടങ്ങളിലൊക്കെ, കാറിനും ബസ്സിനുമൊക്കെ ഗ്യാസ് അടിക്കുന്നത് പോലെ, പെട്രോൾ അടിക്കുന്നത് പോലെ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ശ്വാസം നേരെ കിട്ടാൻ വേണ്ടി ജീവവായു വിൽക്കുന്ന അവസ്ഥയിലേക്ക് അത്ര കണ്ട് മലീമസമാവുകയാണ് അന്തരീക്ഷം. എന്തുകൊണ്ട്? പ്രകൃതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ട്. നിശ്ചയമായും പ്രകൃതിയിലേക്ക് മടങ്ങിയേ പറ്റൂ. ജലം സംരക്ഷിക്കണം, മരം വെച്ചുപിടിപ്പിക്കണം, പ്ലാസ്റ്റിക് ഉപയോഗത്തെ ഇല്ലാതെയാക്കണം. ഇത് ഒരു പ്രാഥമിക പടിയാണ്. അങ്ങനെ പ്രകൃതിയിലേക്ക് മടങ്ങാനുള്ള ഒരു തീരുമാനം കൂടി നമ്മളെല്ലാവരും കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരായി നമ്മൾ മാറുക, നിയമത്തെ പാലിക്കുക എന്നത്. നിയമപാലനം ഇന്നൊരു വിദൂര സ്വപ്നമാണ്, ഒരു വിദൂരമാണ്. വിദൂരമെന്ന് പറയാനുള്ള കാരണം എന്താ? ഒരു വഴിയിലൂടെ എന്നെ കൊണ്ടുപോയ ഒരു കാർ ഡ്രൈവർ ഞാൻ കാണുന്നുണ്ട് 1 വേ എന്ന് സൈഡിൽ എഴുതിയതായിട്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് അയാളോട് പറഞ്ഞു, ഇത് 1 വേ ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ഡ്രൈവർ പുച്ഛഭാവത്തിൽ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സർ പോലീസ് ഇല്ല അവിടെ എന്ന് പറഞ്ഞു. അപ്പൊ പോലീസ് ഉണ്ട് നോക്കാനെങ്കിൽ മാത്രം പാലിക്കേണ്ടതാകുന്നു നമ്മുടെ നാട്ടിലെ നിയമം. എങ്കിൽ ആ രാഷ്ട്രം എങ്ങനെ പുരോഗമിക്കും? രാഷ്ട്രം പുരോഗമിക്കണമെങ്കിൽ നിയമത്തെ പിൻപറ്റുന്ന, ഭരണഘടനയെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന തലമുറകൾ വളർന്നു വരണം. ഭരണഘടന പാർലമെന്റിൽ എടുത്തുയർത്തി കാണിക്കുന്ന ഒരു മുദ്രാവാക്യ ഉപകരണമല്ല, അത് ജീവിതത്തിൽ പാലിക്കാൻ പൗരന്മാർ തയ്യാറാകണം. നിയമത്തെ പാലിക്കാൻ, നിയമത്തെ പിൻപറ്റുന്ന ആളുകളായി മാറണം. സ്വദേശി നിഷ്ഠയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഇങ്ങനെയുള്ള 5 ബിന്ദുക്കളെ ആധാരമാക്കിക്കൊണ്ട് സമൂഹത്തിൽ ഒരു വലിയ വ്യവസ്ഥാ പരിവർത്തനത്തിന് നാം തുടക്കമിടുകയാണ്. ഇങ്ങനെ ശക്തമായി ഇടാൻ കഴിയുന്ന ഒരു വലിയ അടിത്തറയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ വസ്തുതകളെ വേണ്ടും വണ്ണം പഠിച്ചുകൊണ്ട് നമുക്ക് സമർപ്പണത്തിൻ്റെയും സേവനത്തിൻ്റെയും ഒക്കെ കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമർപ്പണവും സേവനവും ഒക്കെ കേൾക്കാൻ കൊള്ളാം, പക്ഷേ ഒരു തുള്ളി മഴവെള്ളം ദേഹത്ത് വീഴുമ്പോൾ സമർപ്പണത്തിന് സന്നദ്ധരല്ല ഗണവേഷമിട്ടവർ കൂടി എന്ന് വരുന്നത് അത്ര ഉചിതമല്ല. ഏതായാലും ഈ മഹത്തരമായ ഒരു മുഹൂർത്തത്തിൽ സംഘത്തിൻ്റെ ഈ പ്രവർത്തനത്തെ നമ്മുടെ ജീവിതവ്രതമായി സ്വീകരിച്ച സംഘത്തിൻ്റെ സ്വയം സേവകന്മാർ, ഇക്കാലം അത്രയും കൊണ്ട് നമ്മൾ നേടിയ എല്ലാ നേട്ടങ്ങളുടെയും അടിത്തറ എന്തെന്ന് മറക്കാതിരിക്കണം. അത് നമ്മുടെ നിത്യശാഖയാണ്. നിത്യശാഖയാണ് നമ്മുടെ ഈ അടിത്തറ. ആ ശാഖാപ്രവർത്തനത്തിലുള്ള നമ്മുടെ ശ്രദ്ധയെ കൂടുതൽ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട്, ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഓരോരുത്തർക്കും കഴിയട്ടെ. അപ്പോൾ മാത്രമേ ഈ 100-ാം വർഷത്തിൻ്റെ ആചരണത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം.